വമ്പന്മാർ കൊമ്പുകോർക്കുന്ന മണ്ഡലമായി തൃശൂർ മാറിയിരിക്കുകയാണ്. എല്ലാ ശ്രദ്ധയും തൃശ്ശൂരിലേക്ക് എത്തുന്നു. എന്തായിരിക്കും സംഭവിക്കുക തൃശ്ശൂരിൽ? തൃശ്ശൂരിലൊന്നും സംഭവിക്കില്ല. ഇടതുപക്ഷ മുന്നണി ജയിക്കും. അതിലാർക്കും സംശയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയിപ്പോൾ ഏത് സ്ഥാനാർത്ഥി വന്നാലും ഇവിടെ ജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നുള്ളതാണ്. അതിവിടെ സംഭവിക്കും. അവിടെ എനിക്ക് യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. ഞങ്ങൾ ജയിക്കും. ഈ രണ്ടുപേരും UDF ആണെങ്കിലും അതോടൊപ്പം തന്നെ BJP ആണെങ്കിലും കെ കരുണാകരൻ്റെ ലെഗസിയൊക്കെ ഇപ്പോൾ പ്രധാനമായി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അച്ഛൻ്റെ തട്ടകത്തിലേക്ക് മുരളീധരൻ എത്തുന്നു എന്ന് പറയുന്നു. ഇപ്പുറത്ത് പത്മജ തങ്ങൾക്കൊപ്പം വന്നു എന്ന് BJP പറയുന്നു. കെ കരുണാകരൻ്റെ പടം വെച്ച് പോസ്റ്ററൊക്കെ ബാനറൊക്കെ ഇറക്കുന്നു. എങ്ങനെയാണ് അതിനെയൊക്കെ? ഞാൻ അച്ഛൻ്റെ തട്ടകം അമ്മയുടെ തട്ടകം ഒന്നുമല്ല, അത് ജനങ്ങളുടെ തട്ടകമാണ്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മളെന്തിനാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് ജനങ്ങൾ നമുക്ക് നൽകുന്ന അംഗീകാരമാണ്. അല്ലാതെ നമ്മുടെ മറ്റ് രീതിയിലുള്ള പിന്തുണയെ സംബന്ധിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനിവിടെ വളരെ ചെറുപ്പം മുതലാണ് തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആ നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അനുഭവ പരിചയം കൂടി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഏത് സ്ഥാനാർത്ഥി ഇവിടെ UDFൻ്റെ ആണെങ്കിൽ LDFൻ്റെ ആണെങ്കിൽ വന്നാലും ഇത്തവണ LDF ഇവിടെ ജയിക്കും. ഈ പ്രതാപൻ മാറി മുരളീധരൻ വരുമ്പോൾ നിങ്ങൾ ആരും മാറി എന്ന് പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. നിങ്ങളിനിപ്പോൾ കണക്കുകൾ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേത് ഇതെടുത്ത് പരിശോധിച്ചോളൂ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ പോകും. നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? 7 അസംബ്ലി നിയോജകം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം. എല്ലാ പഞ്ചായത്തിലും 99% പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന ഒരു മണ്ഡലം. എല്ലാ മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്ന ഒന്നൊഴികെ എല്ലായിടത്തും മത്സരിക്കുന്ന ജയിച്ചിട്ടുള്ളൊരു മണ്ഡലം. ജില്ലാ പഞ്ചായത്തിൻ്റെ സിംഹഭാഗം ബ്ലോക്ക് സീറ്റുകൾ LDF ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലത്തിൽ എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജയിക്കുന്നു പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതൊന്നും അടിസ്ഥാനപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് പറയുന്നത് എന്തെങ്കിലും ഗിമ്മിക്ക് പറയാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നതാണ്. ജനങ്ങളുടെ തട്ടകത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. ആരൊക്കെ തമ്മിലാണ് മത്സരം ഇവിടെ? മത്സരം കണ്ടില്ലേ? 3 പേരുടെ ഉള്ള സ്ഥാനാർത്ഥികളായിട്ട് വന്നില്ലേ? മത്സരം ആരൊക്കെ തമ്മിലാണെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. പ്രധാനമായിട്ടും LDFും UDFും തമ്മിൽ തന്നെയാണ് നേരിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത്. EP ജയരാജനൊക്കെ പറയുന്നുണ്ടായിരുന്നു LDFും അതോടൊപ്പം തന്നെ BJPയും തമ്മിലാണ് പല മണ്ഡലങ്ങളും മത്സരം. BJP ചില മണ്ഡലങ്ങളൊക്കെ രണ്ടാമതാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നത്. അതായത് LDFും UDFും തമ്മിലാണ് മത്സരം. സംശയമില്ലാത്ത കാര്യമാണ്. LDFും UDFും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കും ഇവിടെ. BJP മോശമല്ല. BJP ഇവിടെ ഞാൻ പറയുന്ന ഒരു ത്രികോണ മത്സരം കഴിഞ്ഞാൽ നടത്തിയ പോലെ BJP സ്ഥാനാർത്ഥിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇവിടെ എന്തായാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം സുനിശ്ചിതമാകുന്ന രീതിയിലുള്ള അടിത്തട്ടിലുള്ള വർക്കുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണ രംഗത്ത് ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. പ്രതാപൻ്റെ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് കോൺഗ്രസിനോട് ചോദിക്കേണ്ട. അവരെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന അവരല്ല തീരുമാനിക്കുന്നത്. 2016 താങ്കൾ പത്മജയെ തോൽപ്പിച്ചിരുന്നു. അല്ല, 2016 LDF UDFനെ തോൽപ്പിച്ചു. ഇത്തവണയും LDF UDFനെ തോൽപ്പിക്കും. സ്ഥാനാർത്ഥി ആരാന്നുള്ള പ്രശ്നമല്ല. നമ്മളൊരു വ്യക്തിയല്ലല്ലോ തോൽപ്പിക്കുന്നത്. നമ്മൾ പത്മയെ തോൽപ്പിച്ചു എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണരുത്. ഇതൊരു ഗൗരവപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളൊക്കെ തന്നെ വലിയ അങ്കലാപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്. അച്ഛനാണോ മകനാണോ അല്ലെങ്കിൽ അവരാണോ ഇവരാണോ എന്നതിനേക്കാൾ ഉപരിയായി ഗൗരവമുള്ളൊരു രാഷ്ട്രീയ വിഷയം ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണം ഇതൊരു കുഞ്ഞുകളിയല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ ഗൗരവത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നത് ജനങ്ങളിൽ ഉള്ള വിശ്വാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് കാണും കേട്ടോ. ശരി.